പാകിസ്ഥാനെതിരായുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം, അതിനെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ മോദി ശശി തരൂരിനെ റിക്രൂട്ട് ചെയ്തു. അതിന് രണ്ടു കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലുമായി BJPക്ക് 339 അംഗങ്ങളുണ്ട്, 72 മന്ത്രിമാരുണ്ട്. ഇവരിൽ നിന്ന് ഒരാളെയെങ്കിലും ഒരു മരുന്നിനെങ്കിലും കണ്ടുപിടിക്കാൻ, അതായത് വിദേശത്ത് പോയി സംസാരിക്കണമല്ലോ, ഇന്ത്യയുടെ നയത്തെപ്പറ്റി അവരെ കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കണമല്ലോ, അതിന് പറ്റിയ ഒരാളെ പോലും കണ്ടെത്താൻ മോദിക്കായില്ല. BJPക്ക് ഒരു രീതി ഉണ്ടല്ലോ, അതായത് സ്വന്തം നിരയിൽ അഭിമാനിക്കത്തക്ക പൂർവ്വകാല നേതാക്കൾ ആരും ഇല്ലെങ്കിൽ മരിച്ചുപോയവരെയൊക്കെ അവർ സ്വന്തമാക്കാൻ ശ്രമിക്കും. സർദാർ വല്ലഭായ് പട്ടേൽ മുതൽ കേരളത്തിലെ ചേറ്റൂർ ശങ്കരൻ നായർ വരെയുള്ളവരുടെ കാര്യത്തില് BJPയുടെ കളിയാതാ. ഇപ്പം വന്നിട്ട് ജീവിച്ചിരിക്കുന്നവരിലും കൊള്ളാവുന്ന നേതാക്കന്മാരില്ലാത്തത് കൊണ്ട്, പ്രഗത്ഭമതികൾ ഇല്ലാത്തത് കൊണ്ട് മറ്റു കക്ഷികളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഏർപ്പാടാണ്. അല്ലെങ്കിൽ അവരെ സ്വന്തമാക്കുക, എല്ലാവരെയുമല്ല, ശശി തരൂരിനെ അങ്ങ് സ്വന്തമാക്കുന്ന ഒരു സ്റ്റൈലാണ് BJPയുടേത്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, നരേന്ദ്രമോദി ആരാമോൻ തന്നെ കുറിച്ച് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം എഴുതിയ ശശി തരൂരിനെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ പൂഴ്ത്തി പറയിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ലക്ഷ്യം. എന്തായാലും ഈ റിക്രൂട്ട്മെന്റില് നമ്മുടെ ശശി തരൂർ വീണുപോയി. നല്ലൊരു അവസരമാണല്ലോ. അദ്ദേഹത്തെ ഒരു അവസരവാദിയൊന്നും ഞാൻ പറയില്ല. കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കാൻ നല്ല സമർത്ഥനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അത് ഉപയോഗിച്ചു. 6-7 രാജ്യങ്ങൾ സന്ദർശിച്ചു. അവിടെയൊക്കെ ഇവരെന്താണ് മലമറിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അമേരിക്കയിൽ ആകെ കൂടെ ചെയ്തത് വൈസ് പ്രസിഡന്റ് JD വാൻസിനെ കണ്ടു എന്നുള്ളതാണ്. രാജ്യത്തിന് പറയാനുള്ളത് അവിടുത്തെ ചില പാർലമെന്റ് അംഗങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? നമ്മൾ പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ചത് രണ്ടു രാജ്യങ്ങളും തമ്മിൽ ആലോചിച്ചാണ്, മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ നിലപാട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്താ പറയുന്നത്? ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്നാ. എന്റെ ഇടപെടൽ, വ്യാപാര കരാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടുപേരെയും രണ്ട് രാജ്യങ്ങളിലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വെടിനിർത്തൽ നേടിയെടുത്തതെന്ന് അദ്ദേഹം പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി അത് ഇതുവരെ പരസ്യമായിട്ട് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. കനഡയിൽ ചെന്നപ്പോ ട്രംപിനെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലൊക്കെ പോയല്ലോ. അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമുള്ള ആളാണ്, വിശ്വപൗരനാണ്. പക്ഷേ അമേരിക്കയെ കൊണ്ട് ഈ നിലപാട് തിരുത്തിക്കാൻ ഈ സംഘത്തിന് സാധിച്ചോ? ശശി തരൂരിന് പറ്റിയോ? അവിടെ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാന്റെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫായ അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിരുന്നൊരുക്കി. നമ്മുടെ പ്രതിനിധി സംഘം വൈസ് പ്രസിഡന്റിനെ കണ്ടിട്ട് തിരിച്ചു പോന്നപ്പോ അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ വിഭവസമൃദ്ധമായ സദ്യ. എന്നിട്ട് ട്രംപ് എന്താ പറഞ്ഞത്? അസീം മുനീറിന്റെ ആതിഥേയനായിരിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്ന്. മനസ്സിലായില്ലേ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ വിദേശ നയം? ഹിന്ദു ദിനപത്രത്തില് ഇതിനെ തുടർന്ന് ശശി തരൂർ ഒരു ലേഖനം എഴുതി. അതോടെയാണ് അദ്ദേഹം പൂർണ്ണ അർത്ഥത്തിലൂടെ ഒരു വാഴ്ത്തുപാട്ടുകാരന്റെ വേഷത്തിലേക്ക് വരുന്നത്. സോണിയാഗാന്ധി ഇന്ത്യൻ വിദേശ നയത്തെ വിമർശിച്ചുകൊണ്ട് ഹിന്ദുവിൽ തന്നെ ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഈ ലേഖനം വരുന്നത്. അതില് നരേന്ദ്രമോദിയെ കുറിച്ച് പണ്ട് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എഴുതിയ ശശി തരൂർ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ എനർജി, അദ്ദേഹത്തിന്റെ ഡൈനാമിസം, അദ്ദേഹത്തിന്റെ വില്ലിംഗ്നെസ് ടു എൻഗേജ്, ഇതൊക്കെ അങ്ങോട്ട് ചേരുമ്പോൾ പ്രൈം അസറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് മോദി മാറുന്നു എന്നാണ്. പ്രൈം അസറ്റ്, പ്രൈം മിനിസ്റ്റർ അല്ല, പ്രൈം അസറ്റ്. ഇന്ത്യ ഭരിച്ച മറ്റ് കോൺഗ്രസ് പ്രധാനമന്ത്രിമാര്, ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണല്ലോ ശശി തരൂർ ഇത്രയും കാലം ലോകസഭാംഗമായിരുന്നത്. ആ പാർട്ടിയിൽപ്പെട്ട പ്രധാനമന്ത്രിമാരാരും എനർജറ്റിക് ആയിരുന്നില്ലേ? അവർക്കാർക്കും ഡൈനാമിസം ഉണ്ടായിരുന്നില്ലേ? ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വിദേശ നയം കരിപ്പിടിപ്പിച്ചത് അദ്ദേഹമാണ്. ഇന്ത്യയെ മറ്റ് ലോക രാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ശക്തിയാക്കി മാറ്റി നിർത്തിയത് അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ്. എന്താ മോശമായിരുന്നോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു? ഇന്ദിരാഗാന്ധി ഇന്നിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ന്യായീകരണത്തിനാണല്ലോ ശശി തരൂറും മറ്റും ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ചത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അത് നടത്തുന്നതിന് മുമ്പ്, അതിലിടപെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗരാജ്യങ്ങൾ സന്ദർശിച്ചു. ആരെയും റിക്രൂട്ട് ചെയ്ത് അയക്കുകയല്ല ചെയ്തത്, നേരിട്ട് സന്ദർശിച്ചു. അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് 2 തവണ സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നതിൽ തടസ്സമൊന്നും ഉണ്ടായില്ല. അന്ന് അമേരിക്ക ഇന്ത്യയോട് ഒട്ടും അനുഭാവമുള്ള ഒരു രാജ്യമല്ല.
അന്ന് റിച്ചാർഡ് നിക്സണാണ് പ്രസിഡന്റ്. അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ നിലപാട് അംഗീകരിപ്പിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല. പക്ഷെ 2 തവണ സംസാരിക്കാൻ അവസരം ലഭിച്ചു. മറ്റു രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്തു. അന്നുണ്ടായ ഒരു സംഭവം, ഇന്ദിരാഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന പത്രപ്രവർത്തക സംഘത്തിൽ അംഗമായിരുന്ന VP രാമേന്ദ്രൻ, VPR, മാതൃഭൂമിയുടെ മുൻ എഡിറ്റർ, അദ്ദേഹം ഒരു അഭിമുഖ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് റഷ്യൻ പ്രധാനമന്ത്രി കൊസിഗിൻ ഇന്ത്യൻ പത്രപ്രവർത്തക സംഘത്തിന് ഒരു വിരുന്നൊരുക്കി. അവിടെ വെച്ച് ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് കൊസിഗിൻ പറഞ്ഞു, ബംഗ്ലാദേശ് പ്രശ്നം പാകിസ്ഥാന്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്, ഇന്ത്യക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുവഴി ഉണ്ടാകുന്ന അഭയാർത്ഥി പ്രശ്നം മാത്രമാണ് നേരിടാനുള്ളത്. അത് ഇന്ത്യയുടെ നിലപാടിനെതിരായിരുന്നു. അന്ന് പത്രപ്രവർത്തകര്, ഇന്ത്യയിൽ നിന്ന് പോയ പത്രപ്രവർത്തകർ ഒന്നിച്ച് അത് റിപ്പോർട്ട് ചെയ്യേണ്ട തീരുമാനിച്ചു. ഈ വിവരം കൊസിഗിൻ പറഞ്ഞ കാര്യം ഇന്ദിരാഗാന്ധിയെയും അന്നത്തെ വിദേശകാര്യ സെക്രട്ടറിയെയും അറിയിച്ചു. പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ സംഘം മോസ്കോയിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് തന്നെ കൊസിഗിൻ ഇന്ത്യൻ പത്രപ്രവർത്തകരെ വീണ്ടും കണ്ട്, അങ്ങനെയല്ല, ഞങ്ങൾ ഇന്ത്യ എടുത്ത നിലപാടിനൊപ്പമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ചില യാത്രകളൊക്കെ നടന്നിട്ടുണ്ട്. നയതന്ത്രപരമായ മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന്, കൺവിൻസ് ചെയ്യിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി മോശമായിരുന്നു. രാജീവ് ഗാന്ധി 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയാ. എനർജി കുറവായിരുന്നു, ഡൈനാമിസം കുറവായിരുന്നു. രാജ്യത്തെ ഉദാരീകരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും പുതിയ സാമ്പത്തിക അക്രമത്തിലേക്ക് നയിച്ച PV നരസിംഹറാവു മോശമായിരുന്നു. മൻമോഹൻ സിംഗ് ലോകം ആദരിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് എന്തായിരുന്നു കുറവ്? ഇവരെ എല്ലാം മറികടന്ന് ശശി തരൂർ നരേന്ദ്രമോദിയിൽ കാണുന്ന പ്രത്യേകതകൾ എന്താണ്? വളരെ ബുദ്ധിമാനാണ് നമ്മുടെ ശശി തരൂർ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സരിച്ചാൽ ബുദ്ധിമുട്ടാണ് എന്നറിയാവുന്നത് കൊണ്ടായിരിക്കാം ഇനി ഈ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പുതിയ പുതിയ ലോകങ്ങൾ സ്വപ്നം കാണുകയാണ്, പുതിയ ആകാശങ്ങളെ കുറിച്ച് വിഭാവന ചെയ്യുകയാണ്. അപ്പൊ അവിടെയൊക്കെ പറന്നു കയറണമെങ്കിൽ പുതിയ ചിറകുകൾ വേണം. കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും അടുത്ത കാലത്തൊന്നും വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് പുതിയ ചിറകുകൾ തേടുന്നത്. അദ്ദേഹത്തിന് പുതിയ ചിറകുകൾ ലഭിച്ചിരിക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ ആകാശത്തിൽ ഉയർന്ന് പറക്കട്ടെ. ഈ പുതിയ യാത്രയിൽ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.